15-ാമത്തെ വാക്യം, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. അപ്പം ഞാനും നിങ്ങളോട് പറയുന്ന ഇതാണ്, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ വിവേചിക്കാൻ കഴിവുള്ളവരാണ്, നിങ്ങൾ വിവേകികളാണ്. അവിവേകികളെപ്പോലെ വാക്ക് തർക്കത്തിന് മുതിരരുത്, തർക്കിക്കാനായിട്ട് വരരുത്. വിവേകത്തോടെ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് ആദ്യം പഠിക്കുക. ആ ഗ്രഹിക്കുന്ന കാര്യങ്ങളെ വിവേചിക്കണം. ആ വിവേചന ബുദ്ധി നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട്. മനുഷ്യന് മാത്രമേ വിവേചന ബുദ്ധിയുള്ളൂ. സോ ഈ വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ കേവലം മൃഗങ്ങളെ പോലെ ആകരുത്. മൃഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതിനെ മാറ്റി വേറൊരു കാര്യം ചെയ്യാൻ അതിനെ അറിയത്തില്ല. സോ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് മാത്രം ഓടാതെ വിവേചനവും വിവേകവുമുള്ളവരായി ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന പൗലോസ് പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിവേകത്തോടെ വിവേചിച്ച് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. എന്താ വിവേചനത്തോട് വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്? എന്താ? നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ആ വാക്കുകൾ നോക്കണമേ. ഇതെല്ലാം മാറ്റിയിട്ടാണ് ഇന്ന് പള്ളികളിൽ സംസാരിക്കുന്നത് ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ആ വാക്കുകൾ നോക്കിയേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ഏതാ ഈ അനുഗ്രഹപാത്രം? ഇതാ ഈ ശരീരമാണ്. പക്ഷെ അച്ഛനടുത്ത് വെച്ച് പറയുന്നത് എന്താ? ഒരു പ്ലേറ്റിനകത്ത് കുറേ ദഹിച്ച് ജീർണിച്ച് മറപ്പുരയിൽ പോകേണ്ടുന്ന വിഷയങ്ങളെടുത്ത് പാത്രത്തിനകത്ത് വെച്ചിട്ട് പറയും, ദാ ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ. അതിനെക്കുറിച്ചിട്ടല്ല ഇവിടെ പൗലൂസ് പറയുന്നത്. അനുഗ്രഹപാത്രം എന്ന് പറയുന്നത് ഇതാ, എൻ്റെ ശരീരമാണ്, നിങ്ങളുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ അനുഗ്രഹിച്ച് അന്യോന്യം കൂട്ടായ്മ ആചരിക്കുന്നത് ഈ ശരീരം കൊണ്ടാണ്. ഈ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ ഭക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പമുണ്ട്. ആ അപ്പം എന്ന് പറയുന്നത്, പൗലൂസ് പറയുന്നത് ഈ അപ്പത്തെക്കുറിച്ചല്ല, ഇങ്ങനെ കഴിച്ച് മറപ്പുരയിൽ കളയുന്ന അപ്പത്തെക്കുറിച്ചിട്ടല്ല. ആ അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈബിൾ തെറ്റിപ്പോയി. ഈ അപ്പം എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പം എന്ന് പറയുന്നത്, നമ്മൾ നുറുക്കുന്ന അപ്പം എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് പൗലൂസ് സംസാരിക്കുന്നത്, അല്ലാതെ കഴിച്ച് കളയുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല. അത് കഴിഞ്ഞിട്ട് പറയുക, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആ കൂട്ടായ്മയാണത്. ഏത് ശരീരം? യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഏത് ശരീരം? ജീവൻ്റെ അപ്പമായ യേശു കർത്താവ്, അല്ലാതെ ആ കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിച്ച ശരീരത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു ഞാനെന്ന് പറയുന്നത് ഒരാശയമാണ്. അത് യഹൂദന്മാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരിങ്ങനെ വണ്ടടിച്ചെന്ന് യേശു പറഞ്ഞപ്പോൾ, ഇവൻ്റെ മാംസം ഭക്ഷിക്കാൻ ഞങ്ങളെന്തോ നരഭോജികളാണോ? ഇവൻ്റെ രക്തം കുടിക്കാൻ ഞങ്ങൾ നരഭോജികളാണോ? ഇവൻ്റെ മാംസത്തെ ഞങ്ങൾക്ക് എങ്ങനെ ഇവൻ ഭക്ഷിക്കാൻ തരും? ഇവൻ്റെ രക്തത്തെ ഞങ്ങൾ എങ്ങനെ കുടിക്കും എന്ന് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു പറയുമ്പോൾ അവരെല്ലാം ആശ്ചര്യമായ അർത്ഥത്തിലെടുത്തു. പക്ഷേ യേശു പറഞ്ഞത് യേശുവിൻ്റെ ഈ ഫ്ലഷ് തരുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല, യേശുവിൻ്റെ ഈ ലിക്വിഡായിട്ടുള്ള ബ്ലഡിനെ തരുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല. അതൊരു ആശയം, അതൊരു കൺസെപ്റ്റാണ്. അത് ശരിക്കും ജീവൻ്റെ ആശയമാണ്. ആ കാര്യത്തെക്കുറിച്ച് പൗലൂസ്, ജീസസ് പറഞ്ഞ അതേ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അല്ലാതെ വേഫറിൻ്റെ കാര്യമല്ല, തിരുവോസ്തിയല്ല, ഏതെങ്കിലും മുന്തിരിച്ചാറെടുത്ത് മുക്കിത്തരുന്ന കാര്യത്തെക്കുറിച്ചിട്ടും അല്ല. അത് കേവലം അതും വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. കുർബാന എന്ന് പറഞ്ഞ് എല്ലാവരും ചെന്ന് ക്യൂ നിൽക്കുമല്ലോ, അച്ഛൻ്റെ മുമ്പ് ഇങ്ങനെ തൊഴുത്. ഇതിൽ കൂടുതൽ വലിയ വിഗ്രഹാരാധന വേറെ ഇല്ല. ആ തിരുവോസ്തി ഇങ്ങനെ വീഞ്ഞിൽ മുക്കി ഇങ്ങനെ വായിൽ തരുമ്പം എന്തോ പവിത്രമായ ഒരു സാധനം, അത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നുള്ള രീതിയിൽ അത് സ്വീകരിക്കുന്നത്. അതിനകത്തൊന്നുമില്ല. അത് കഴിച്ചെന്ന് പറഞ്ഞാലും കഴിച്ചില്ലെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വീട്ടിലോ അരിയിലോ ഉണ്ടാക്കിയെടുത്ത ഒരട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ അതിനകത്ത് ഒരു പവിത്രതയുമില്ല. പവിത്രതയുള്ളത് ജീസസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആശയങ്ങൾ, അതാ ശരീരമെന്നും രക്തമെന്നും പറയുന്നത്. അത് അതിൻ്റെ പിന്നിലൊരു ആശയമാണ്. ആ കൂട്ടായ്മ, ആ അപ്പം നുറുക്കലിൻ്റെ കൂട്ടായ്മ, ആ ശരിക്കുമുള്ള അനുഗ്രഹ പാത്രങ്ങൾ ഇരുന്നു കൊണ്ടുള്ള ആ ഒരു ആത്മീയ കൂട്ടായ്മയെക്കുറിച്ചാണ് പൗലൂസ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ അപ്പത്തെ നുറുക്കി നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുക. ഏതപ്പം? ജീവൻ്റെ ആശയങ്ങളാകുന്ന അപ്പം, കർത്താവ് നൽകിയ ജീവൻ്റെ റെവലേഷൻസ്. ഇതാണ് ഭക്ഷിപ്പം തരേണ്ടത്. ഇത് തരുമ്പോഴാണ്, ഇത് ഭക്ഷിക്കുമ്പോഴാണ്, ഇതിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ്
അതിനെക്കുറിച്ച് വിവേചനമുണ്ടാകുമ്പോഴാണ്, അതിനെക്കുറിച്ച് വിവേകമുണ്ടാകുമ്പോഴാണ് ഇത് നിങ്ങളിൽ ജീവനായിട്ട് പരിണമിക്കുന്നത്. അവിടെയാണ് ജീവൻ്റെ പകർച്ച. അല്ലാതെ തിരുവോസ്തി എടുത്ത് തന്നെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വീണ്ടും പറയുക, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഏതാ ഈ ഒരു അപ്പം എന്ന് പറയുന്നത്? യോഹന്നാൻ 6 പറയുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ജീവൻ്റെ അപ്പം ഒന്നായതുകൊണ്ട് ആ ജീവൻ്റെ അപ്പത്തിൽ നമ്മളെല്ലാവരും ഒരു ശരീരമാണ്. ആ അപ്പത്തിൽ, ആ ജീവൻ്റെ അപ്പമായ ക്രൈസ്റ്റ്, ആ ശരിക്കുമുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ജീവൻ്റെ അപ്പം നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത് കൊണ്ട്, ആ അപ്പത്തിൽ നമ്മളെല്ലാം അംശികളായതുകൊണ്ട് നമ്മളൊരു ശരീരമാണ്. സോ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതാണ് കർത്താവിൻ്റെ ശരിക്കുമുള്ള ശരീരത്തിൻ്റെ കൂട്ടായ്മ നമ്മൾ ആസ്വദിക്കുന്നത്. ഇവിടെയാണ് ജീവൻ വ്യാപരിക്കുന്നത്. സോ ഈ ഒരു ജീവൻ്റെ കൂട്ടായ്മ വിട്ടിട്ട് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെ, ആശയത്തെ, ആ കൺസെപ്റ്റിനെ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്ത് ജീവനുള്ള വ്യക്തികളായിട്ടുള്ള ഈ ഒരു ഫെലോഷിപ്പ് വിട്ടിട്ട് നിങ്ങൾ എക്സ്റ്റേണലി പോയി നിങ്ങൾ എന്ത് ചെയ്തോ അതെല്ലാം വിഗ്രഹാരാധനയാണ്. നിങ്ങൾ ആഴ്ചതോറും പള്ളിയിൽ പോകുന്നുണ്ടോ? വിഗ്രഹാരാധനയാണ്. നിങ്ങൾ ആഴ്ചതോറും കുർബാന എടുക്കുന്നുണ്ടോ? വിഗ്രഹാരാധനയാണ്. കുരിശുമല, എടത്തോപ്പള്ളി, ഇങ്ങനെ പള്ളികൾ തോറും, ധ്യാന കേന്ദ്രങ്ങൾ തോറും, അൾത്താരകൾ കയറി ഇറങ്ങി ഇങ്ങനെ നിങ്ങൾ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധന ചെയ്യുന്ന വ്യക്തിയാണ്. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ മനസ്സിലാക്കാതെ മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന നിയമസംഹിതകളിലൂടെ വെച്ചിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെ അനുവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ മറ്റ് മതത്തിനകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതാണ് വിഗ്രഹാരാധന, ഇതാണ് വിഗ്രഹാരാധന, അവർ ചെയ്യുന്നതാണ് വിഗ്രഹാരാധന. അല്ല, നിൻ്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ കരട് നോക്കാൻ പോകരുത്. അത് നിൻ്റെ കണ്ണിലെ കോല് മാറ്റും. അവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർക്കറിയാം, എന്താണ് അവർ ചെയ്യുന്നതെന്ന്. ഇതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് അവർ ചെയ്യുന്ന കാര്യം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ശബരിമല പോകുമ്പോൾ കെട്ട് നിറയ്ക്കണം. ശബരിമല പോകുമ്പോൾ കെട്ട് നിറയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു തേങ്ങ, ആ തേങ്ങയ്ക്കകത്ത് അതിൻ്റെ 3 കണ്ണുണ്ടല്ലോ, ആ 3 കണ്ണിൽ ഒരു കണ്ണിങ്ങനെ ചൂഴ്ന്ന് കളഞ്ഞിട്ട് അതിനകത്തുള്ള വെള്ളം മുഴുവൻ വെളിയിലേക്ക് കളയും. എന്നിട്ട് ആ കണ്ണിലൂടെ നെയ്യ് അതിനകത്തേക്ക് ഒഴിക്കും. നെയ്യ് നിറഞ്ഞു വരുമ്പം അതിനെ ഒരു ഇത് വെച്ചിട്ട് അടയ്ക്കും. ഈ തടി പോലുള്ളൊരു സാധനം വെച്ചിട്ട് അതിങ്ങനെ കൊട്ടി അതിനെ അടയ്ക്കും. പിന്നെ വെളിയിൽ പോകത്തില്ല. ഇതിൻ്റെ സംഭവം എന്താണെന്നറിയോ? ഈ തേങ്ങ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരമാണ്. ഈ വെളിയിലേക്ക് ഒഴിച്ചു കളയുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ആർജിച്ച് വെച്ച അറിവുകളാണ്. ഭാഗികമായിട്ടുള്ള മലിനതയുള്ള അറിവുകളെയാണ് ഞാൻ ഒഴിച്ചു കളയുന്നത്. എവിടെ നിന്ന് ഈ അറിവ് കിട്ടിയേ? ഈ തേങ്ങയ്ക്കകത്ത് എവിടെ നിന്ന് ഈ വെള്ളം വന്നേ? ആ തെങ്ങ് വേരിൽ കൂടെ വലിച്ചെടുത്ത് ആ വെള്ളം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതാണ്, ആർജിച്ചെടുത്ത് വലിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആ വെള്ളത്തെ ഒഴിച്ചു കളയുന്നത്. സോ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിനകത്തുനിന്ന് അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മതത്തിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഭാഗികമായ കറപ്റ്റഡായിട്ടുള്ള അറിവുകൾ അകത്തിരിക്കുക. ഇതിനെയാണ് ഒഴിച്ചു കളയേണ്ടത്. അതിൻ്റെ പ്രതീകമാണ് ഈ തേങ്ങയുടെ ഒരു കണ്ണ് ചൂഴ്ന്നിട്ട് അതിനകത്തുനിന്ന് വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് അതിനകത്തേക്ക് ജീവാത്മാവിനെ പകരുകയാണ്, ജീവനെ പകരുകയാണ്. അതാണ് നെയ്യെന്ന് പറയുന്നത്. അപ്പോൾ ജീവാത്മാവിൻ്റെ ശരിക്കുമുള്ള പകർച്ച ഈ തേങ്ങയ്ക്കകത്തേക്ക്, ഈ ശരീരത്തിനകത്തേക്ക് നിറയ്ക്കുന്നതിൻ്റെ പ്രതീകമാണത്. എന്നിട്ട് അതിനെ അടച്ചു വയ്ക്കും, പ്രീഷ്യസ് ആയിട്ട് അതിനെ അടച്ചു വയ്ക്കും. എന്നിട്ട് അതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി അതിനെ ഉടച്ചിട്ട് ആ തേങ്ങയെ കത്തിക്കും. കാരണം ഈ ശരീരത്തെ, ബൈബിൾ പറയുന്നത് എന്താ? നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഹിതകരമായ യാഗമായി സമർപ്പിപ്പീൻ. ഇതാണ് ആ തേങ്ങ ആ തീയിലിടുന്നതിലൂടെ അവർ എറിഞ്ഞുടച്ചിട്ട് അതിനെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക ചെയ്യുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇതേ കാര്യത്തിൻ്റെ പ്രതീകമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇതെന്താ അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഇത് ചെയ്യുമ്പോൾ അതുമായിട്ട് അവർ താതാത്മ്യം പ്രാപിക്കുക. സോ ഈ കെട്ട് നിറയ്ക്കുമ്പോഴത്തേക്ക് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും അതിൻ്റെ ഇന്നർ മീനിങ് ഉണ്ട്. സോ ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് ചില വ്യക്തികൾ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇതിനകത്തിരുന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇരുന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ആദ്യം കറക്റ്റ് ചെയ്യും.
എന്നിട്ട് അവരെ നേരെ വിരൽ ചൂണ്ട. അപ്പോൾ അവർ പറഞ്ഞു തരും, ഇത് വേറൊരു സാധനമാണ്, ഇത് വിഗ്രഹാരാധനയല്ല, ഇത് പ്രതീകാത്മകമായി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം നിങ്ങൾ ചെയ്യുന്ന സ്നാനവും അങ്ങനെ തന്നെയാണ്. അതൊരു പ്രതീകാത്മകമായ ചടങ്ങ്, ആ സ്നാനം എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ അത് പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വരത്തുള്ളൂ.